ഹലോ. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ കണ്ടാലോ? അപ്പോൾ ആദ്യം തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മളൊരു ഡേം ഡോക്കിൻ്റെ സെറം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പർപ്പിളിൽ നിന്ന് വാങ്ങിയ സെറമാണ് കേട്ടോ. ഒരുപാട് റിവ്യൂസൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വാങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാമാ എർത്തിൻ്റെ മോയ്സ്ചറൈസർ വെച്ചിട്ടാണ് ഫേസൊക്കെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുത്തത്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ സൺസ്ക്രീൻ, ഒരിക്കലും ഞങ്ങൾ സ്കിപ്പ് ചെയ്യാത്തൊരു സാധനമാണിത്. നമ്മൾ വെയിലത്തൊക്കെ പോകുമ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ സൺസ്ക്രീൻ ഇല്ലാണ്ട് പോവില്ല. അപ്പോൾ ഞങ്ങൾ സൺസ്ക്രീനൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഞങ്ങൾ ഫൗണ്ടേഷന് പകരം ഇവിടെ കൺസീലറാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്ന കൺസീലർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മുഖത്ത് നല്ല ഡാർക്ക് ഷെയ്ഡൊക്കെ ഉള്ള ഭാഗത്തൊക്കെ നമുക്ക് ഈ കൺസീലർ അപ്ലൈ ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ കണ്ണിൻ്റെ അടിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഡാർക്ക് ഷെയ്ഡൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് ഈ കൺസീലർ വെച്ച് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോൻ്റെ അടിയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനൊക്കെ വേണ്ടിയിട്ട്. ഞങ്ങളെല്ലാതും കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് നമ്മൾ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സൊക്കെ ഒന്ന് സ്മൂത്തായിരിക്കും. പിന്നെ ഞങ്ങളുടെ മെയിൻ സെക്ഷനായിട്ടുള്ള ഐബ്രോ ഫില്ലിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫേസിനൊരു പ്രത്യേക ലുക്കാണ് എന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. പിന്നെ ഒരുപാട് വെച്ച് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മീശ മാധവനിൽ പിള്ളേച്ചനാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാടൊന്നും ഐബ്രോസിൽ കളിച്ചില്ല. നമ്മുടെ ഐബ്രോസിൻ്റെ അടിയിൽ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐബ്രോസ് നന്നായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മെയിൻ സെക്ഷൻ കഴിഞ്ഞു. ഇനി ഐ ഷാഡോ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഷെയ്ഡ് വെച്ചിട്ട് തന്നെയാണ് ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നത്. ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആയിരുന്നു. അവസാനം എന്തായി തീരുമെന്ന് നല്ല പേടിയുള്ള ഒരാളായിരുന്നു എൻ്റെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുടെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ കുറച്ചൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടനാണ് കേട്ടോ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അതുകൊണ്ട് തന്നെ ഏട്ടൻ ബാക്കിലിരുന്നിട്ട് നല്ലോണം കൗണ്ടർ അടിക്കുന്നുണ്ട്. അപ്പോൾ എടുത്തമ്മയ്ക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റില്ല, എന്നാൽ വീഡിയോയിൽ കോളാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് സഹിച്ച് പിടിച്ചിരിക്കുകയാണ്. പിന്നെ ഗൈസ്, ഞങ്ങളൊരു കാര്യം മറന്നുപോയി, പൗഡർ ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞങ്ങൾ കോമ്പാക്റ്റ് ഒന്നും ഉപയോഗിച്ചില്ല, നമ്മുടെ സാധാ എൻചാൻഡറിൻ്റെ പൗഡർ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിച്ചത് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും മേക്കപ്പ് വീഡിയോ ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ യൂട്യൂബിൽ ഓരോരുത്തർ ചെയ്യുന്നതൊക്കെ കണ്ട് ഞങ്ങൾക്കും ഇങ്ങനെ ഓരോ ആഗ്രഹം. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തട്ടിമുട്ടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലിപ് ലൈനറൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ലിപ്സ്റ്റിക്കിൻ്റെ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ കഴിഞ്ഞിട്ടില്ല, പൊട്ട് വെക്കാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ഐബ്രോസ് ഒന്നും കൂടെ ഒന്ന് മിനുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് പോകാൻ നിൽക്കായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്.